സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ ആവേശം കൊടുമുടിയിലാണ്. ആരാധകർ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ സീസണായി കാത്തിരുന്നത്. ആദ്യ മത്സരത്തിൽ അതിഗംഭീര വിജയം കേരള സ്ട്രൈക്കേഴ്സ് സ്വന്തമാക്കിയെങ്കിലും രണ്ടാം മത്സരത്തിൽ അടിമുടി പരാജയപ്പെട്ടു. ആദ്യം ബാറ്റ് ചെയ്ത ബംഗാൾ നേടിയത് 177 റൺസാണ്. 7 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ബംഗാളിന്റെ നേട്ടം. എന്നാൽ മറുപടി ബാറ്റിംഗിൽ കേരളത്തിന് പരാജയപ്പെടേണ്ടി വന്നു. മറുപടി ബാറ്റിംഗിൽ 164 റൺസ് മാത്രമാണ് കേരള സ്ട്രൈക്കേഴ്സ് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗാളിനെതിരെ ബോൾ ചെയ്യുമ്പോൾ 3 വിക്കറ്റ് വീതം ബിനീഷ് കോടിയേരിയും വിവേക് ഗോപനും നേടി മികച്ച കരുത്ത് കാട്ടി. മണിക്കുട്ടൻ 1 വിക്കറ്റും നേടി. ആദ്യ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായ ക്യാപ്റ്റൻ ഉണ്ണി മുകുന്ദന് വിക്കറ്റുകളൊന്നും നേടാനായില്ല. എന്നാൽ രണ്ടാം ബാറ്റിംഗിൽ കേരളത്തിന്റെ ബാറ്റിംഗ് അപ്പാടെ പരാജയപ്പെട്ടു. ആദ്യ 6 ഓവറിൽ 37 റൺസ് മാത്രമാണ് നേടാനായത്. അവിടെ തന്നെ മത്സരത്തിൽ ബഹുദൂരം കേരള സ്ട്രൈക്കേഴ്സ് പിന്നിലേക്ക് പോയി. അർജുൻ നന്ദകുമാർ 30 പന്തിൽ 31 റൺസ് നേടിയത് വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനങ്ങൾക്കും വഴിതിരിച്ചിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ 10 റൺസാണ് നേടിയത്. മദൻ മോഹൻ 33 പന്തിൽ 62 റൺസ് നേടി. എന്നാൽ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് അരുൺ ബെന്നിയും ആര്യൻ കത്തൂരിയും ചേർന്നാണ് കേരള സ്ട്രൈക്കേഴ്സിന് വിജയ പ്രതീക്ഷ സമ്മാനിച്ചത്. എന്നാൽ ആര്യൻ കത്തൂരിയ ടീമിലെ ലാമാൻ ആയാണ് ഇറങ്ങിയത്. 9 പന്തിൽ 16 റൺസാണ് ആര്യൻ നേടിയത്. അവസാന ഓവറിൽ ആര്യൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ടീം. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ വിജയം കേരള സ്ട്രൈക്കേഴ്സ് ഉറപ്പിച്ചതുമാണ്. എന്നാൽ അവസാന പന്തിൽ ഡബിൾ എടുക്കാനോടവേ ബിനീഷ് കോടിയേരി റണ്ണൌട്ട് ആവുകയായിരുന്നു. ബിനീഷ് കോടിയേരിക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടായി ഓടിയ അരുൺ ബെന്നിയാണ് രണ്ടാം റൺസ് എടുക്കുന്നതിനിടെ റണ്ണൌട്ടായത്. അവിടെ നിന്നാണ് വലിയ വിമർശനങ്ങളും ഉണ്ടായത്. ടീമിൽ എ ഗ്രേഡ് ബി ഗ്രേഡ് താരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ എ ഗ്രേഡ് താരങ്ങൾക്ക് ശേഷം മാത്രമേ ബി ഗ്രേഡ് താരങ്ങൾ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിയമത്തിന്റെ നൂലാമാലകൾ ഏറെയാണ്. അതുകൊണ്ടാണ് മത്സരം തോറ്റെത്തുന്ന വിമർശനങ്ങളും ശക്തമാണ്. കേരള സ്ട്രൈക്കേഴ്സിന്റെ മധ്യനിര ബാറ്റർമാർക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. കാര്യമായി ബാറ്റ് ചെയ്യാൻ അറിയാത്തവരെ ടീമിലെടുത്തുവെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനമുണ്ട്. കേരള സ്ട്രൈക്കേഴ്സ് ആദ്യ മത്സരം വിജയിച്ച് വീണ്ടും ഒരു മത്സരം കൂടെ വിജയിച്ചാൽ സെമി പ്രതീക്ഷകൾ സജീവമാക്കാനും സാധിക്കും.